ഹലോ എവരിബഡി, നമുക്കൊന്നൊരു വെജിറ്റബിൾ മഞ്ചൂരിയൻ ഉണ്ടാക്കി നോക്കാം. വെജിറ്റബിൾ മഞ്ചൂരിയൻ റെസിപ്പി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, സ്പ്രിങ് ഒണിയൻ, പിന്നെ ഒണിയൻ, പച്ചമുളക്. ഈ സാധനങ്ങളെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കണം. ക്യാബേജും ക്യാരറ്റും ഞാൻ ഗ്രേറ്ററിനകത്ത് ചീവി വെച്ചേക്കുവാണ്. ഇനി ഈ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെക്കുക. ഇനി നമുക്ക് ഇതെല്ലാം ഒരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്യാൻ നോക്കാം. മുമ്പേ ഞാൻ ക്യാബേജ് ഇട്ട് കൊടുത്തു. ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാം. ഇനി ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയും കുറച്ച് വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ട് ക്യാരറ്റിൻ്റെയും ക്യാബേജിൻ്റെയും വെള്ളം കുറച്ച് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ബീൻസ്, ഓണിയന്, പച്ചമുളക്, പിന്നെ സ്പ്രിങ് ഒണിയന്, പച്ചമുളക്, ഇതെല്ലാം കൂടെ കൊത്തി പൊടിച്ചത്, മല്ലിയില, ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് ഇതിനെ ഇളക്കണം. ഉപ്പും ആവശ്യത്തിന് ചേർക്കണം. പൊടികളെന്ന് പറയുന്നത് 2-3 സ്പൂൺ മൈദാപ്പൊടിയും 3-4 സ്പൂൺ കോൺഫ്ലവറും ആണ് ചേർക്കേണ്ടത്. ഉപ്പും ചേർക്കണം. സോഡാപ്പൊടി വേണമെങ്കിൽ സ്വല്പം ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി വേണം ചേർക്കാം. അങ്ങനെ കോൺഫ്ലവറും മൈദയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ളത് ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് വൃത്തിയായിട്ട് കുഴച്ചെടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് വൃത്തിയായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. കുഴയ്ക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഊറ്റി വെച്ചേക്കുന്ന വെള്ളം, പിഴിഞ്ഞ് വെച്ചേക്കുന്ന വെള്ളം ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഒന്ന് കുഴച്ച് നോക്കിയിട്ട് പറയാം. നമ്മൾ കുഴച്ചപ്പോൾ ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയും ഉള്ള വെള്ളവും ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളായതുകൊണ്ട് എല്ലാത്തിനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം അധികം എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുഴച്ചപ്പോൾ നല്ല പരുവത്തിനുള്ള മയമുണ്ട്. അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അഥവാ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം ചേർക്കാൻ, വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഏതെങ്കിലും പൊടികൾ, മൈദയോ കോൺഫ്ലവറോ സ്വല്പം ചേർത്താൽ മതി. അങ്ങനെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഒന്ന് നല്ലതായിട്ട് കുഴച്ച് ഒന്ന് ഉരുട്ടി വയ്ക്കാം. അതിന് ശേഷം ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പം നമ്മുടെ മാവ് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് ഓരോ ഉരുളകൾ ഉരുട്ടി അതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മുമ്പേ സാമ്പിളിനായിട്ട് ഒരു ഉരുള നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. നല്ലതായിട്ട് ഉരുണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല പരുവായിട്ടുണ്ട്. നമുക്ക് എണ്ണ തിളയ്ക്കുമ്പോൾ ഒരു ഉരുള, ഒരു ബോൾ നമുക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പരുവത്തിനാവുന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. ഒരെണ്ണം മാത്രമേ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം ഞാൻ ഡബിൾ ഫ്രൈ ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം ഉരുളകളും ഉരുട്ടിയതിന് ശേഷം ആദ്യമേ ഹാഫ് ഫ്രൈ ചെയ്ത് വെക്കുക. അതിനുശേഷം അതിനെ വീണ്ടും ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ കൂടുതൽ സമയം ഇതുപോലെ എണ്ണയിൽ കിടന്ന് മൂക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ഇപ്പം ഒരു ബോൾ ഇട്ടത്
മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നു. അപ്പോൾ നല്ല ബ്രൗൺ കളറായി. ഇനി നമുക്കതിനെ കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഉരുളകളും നമുക്ക് മുരിഞ്ഞ് കിട്ടണം. ബാക്കിയുള്ള ഉരുളകളും കൂടെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ക്യാരറ്റും ക്യാബേജും ഒക്കെ നമുക്ക് സുലഭമായി കിട്ടുന്ന സമയങ്ങളിൽ ഇങ്ങനെയുള്ള പച്ചക്കറികളുടെ മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യമിട്ട് ബോൾസെല്ലാം ഒരു അര ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി അത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഹാഫ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഹാഫ് ഫ്രൈ ആകുമ്പോൾ നമുക്കത് കോരി മാറ്റിയിട്ട് പിന്നെ രണ്ടാമതൊന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ പകുതി ഹാഫ് ഫ്രൈയിൽ നമുക്ക് പുറത്തിരിക്കുമ്പം തന്നെ അതിൻ്റെ അകത്തുള്ള മാവൊക്കെ ഒന്ന് കുറച്ച് നേരം ഇരുന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ നേരം എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണ് നമ്മൾ ഹാഫ് ഫ്രൈ ആയിട്ട് ബോയിൽ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബോൾസെല്ലാം കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള ബോൾസും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ എല്ലാ ബോൾസും നമ്മൾ ഹാഫ് ഫ്രൈ ആയിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ഫ്രൈ ചെയ്ത് ഒന്നും കൂടെ ഫ്രൈ ചെയ്ത് എല്ലാം കോരി മാറ്റാവുന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കണം. രണ്ടാമത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സമയം എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ അത് മുരിഞ്ഞ് കിട്ടും. നമ്മുടെ ബോൾസൊക്കെ ഒരുമാതിരി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ പരുവായെന്ന്. ഒരുമാതിരി ബ്രൗൺ കളറാകുമ്പോൾ കോരി മാറ്റാം. നമ്മൾ ടച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല മുരിഞ്ഞതുപോലെ ഇരിക്കും. അതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്കത് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള മഞ്ചൂരിയനും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ മഞ്ചൂരിയൻ കൂടുതൽ എണ്ണ കുടിക്കത്തില്ല. പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ എല്ലാ മഞ്ചൂരിയനും നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് വെച്ചതിന് ശേഷം വേറൊരു ചൂട് കട്ടിയുള്ള പാത്രം വെച്ച് നമുക്കതിൻ്റെ ഗ്രേവി അറേഞ്ച് ചെയ്യാം, ഗ്രേവി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു കട്ടിയുള്ള ഉരുളിയാണ് എടുത്തിട്ടുള്ളത്, അലുമിനിയം ഉരുളിയാണ് എടുത്തിട്ടുള്ളത്, ചുവട് കട്ടിയുള്ളത്. അതിനകത്തൊരു എണ്ണ ചട്ടി ചൂടാകുമ്പോൾ
ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും മുമ്പേ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അതിന് ശേഷം ഇതിനും വേണം സവാളയും പച്ചമുളകും സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും ഒക്കെ നമുക്ക് ആദ്യമേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ഫ്രൈ ആകുമ്പോൾ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് അതും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പിന്നെ സോസുകൾ ചേർക്കണം. സോസുകളെന്ന് പറയുന്നത് ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, സ്വല്പം വിനാഗർ, പിന്നെ ആവശ്യമുള്ള ഇതൊക്കെ മതി. പിന്നെ അതിന് ശേഷം അതിൻ്റെ കൂടെ വെള്ളം ചേർത്ത് നമുക്ക് തിളപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉള്ളിയൊക്കെ വഴന്നതിന് ശേഷം ബാക്കിയുള്ള സബ്ജികളും ഇട്ട് വഴറ്റിയിട്ട് സോസുകൾ ചേർക്കാം. ഇത് ചില്ലി സോസാണ്. ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, പിന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കുന്നു. ഞാൻ വിനാഗിരി കുറച്ചേ ചേർക്കുന്നുള്ളൂ. എല്ലാ സോസുകളും ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം ചൈനീസ് ഐറ്റംസ് ആയതുകൊണ്ട് കുറച്ചൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് നല്ലതായിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് ചൂടാകട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഞാൻ ആദ്യം ഒരു 1/2 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത്. കുറച്ച് വെള്ളം നമ്മുടെ കയ്യിൽ ക്യാരറ്റും ക്യാബേജും പിഴിഞ്ഞ് വെച്ചതിൻ്റെ വെള്ളം കുറച്ചിരിപ്പുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം. അത് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ മഞ്ചൂരിയൻ ഇതിനകത്തിട്ട് കുറച്ച് സമയം ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. നമ്മൾ തിളയ്ക്കുമ്പോൾ മഞ്ചൂരിയനകത്തോട്ട് ഈ മസാലകളൊക്കെ കയറി നല്ലതായിട്ട് സോഫ്റ്റ് ആകാനും നമ്മൾ കഴിക്കുമ്പം നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇനി നമ്മുടെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി മഞ്ചൂരിയനെല്ലാം പറക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ തിളപ്പിക്കാം. എത്രയും വെള്ളമുണ്ടോ അത്രയും മഞ്ചൂരിയൻ ഇട്ടാൽ മതി. ബാക്കി നമുക്ക് ഡ്രൈ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. പിന്നെ മഞ്ചൂരിയനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊന്ന് കിടന്ന് 2 മിനിറ്റ് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിനകത്ത് കലക്കി ഇതിനകത്ത് ചേർക്കണം. കോൺഫ്ലവർ ചേർത്താൽ പെട്ടെന്ന് തന്നെ ഈ ഗ്രേവി അങ്ങ് കൊഴുത്ത് നല്ല തിക്കാവും. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റിലാണ് ഗ്രേവി
കോൺഫ്ലവർ ചേർക്കുന്നത്. ഒരു സ്പൂൺ കോൺഫ്ലവറിനകത്ത് കുറച്ച് അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഇളക്കി വെച്ചതിന് ശേഷം ഇതിനകത്ത് ചേർക്കുമ്പോൾ ആ ചൂടുകൊണ്ട് പെട്ടെന്നത് കുറുകി അതിൻ്റെ വെള്ളമെല്ലാം ഗ്രേവി പോലെ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. അതിന് ശേഷം നമുക്ക് പിന്നെ അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല, കൂടുതൽ കുറുകി അങ്ങ് പോകും. അതുകൊണ്ട് നമുക്ക് ഈ കോൺഫ്ലവർ ചേർത്തൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയിലയും സ്പ്രിങ് ഒണിയനും കൂടെ ചേർത്ത് നമുക്ക് ഇത് ഓഫാക്കാവുന്നതാണ്. അതിന് മുമ്പേ ഉപ്പൊക്കെ ആവശ്യമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണം. സ്വല്പം കുരുമുളക് പൊടിയും നമുക്കിതിനകത്ത് ചേർക്കേണ്ടിയിരിക്കുന്നു. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും സ്പ്രിങ് ഓണിയനും കൂടെ ചേർത്തിട്ട് ഇത് ഓഫാക്കാം. കോൺഫ്ലവർ ചേർത്ത ഉടനെ തന്നെ ഗ്രേവി അങ്ങ് കുറുകാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്കത് അധികം നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മഞ്ചൂരിയൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് കോരി നോക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു ബ്രൗണിലോട്ട് കോരിയെടുത്ത് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് പഞ്ചസാരയും വേണമെങ്കിൽ നമുക്ക് സ്വല്പം ചേർക്കാവുന്നതാണ്. ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല. പഞ്ചസാരയും സ്വല്പം ഇട്ടാൽ ഇതിൻ്റെ കൂടെ നല്ലതാണ്. നമ്മുടെ മഞ്ചൂരിയൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനെല്ലാം പകുതി വിളമ്പി ബൗളിലെടുത്തു. നോക്കി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, ഗ്രേവിയും വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വേറൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.